മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോറി ഇപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ. വീഡിയോസ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉച്ചക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല, പിന്നെ ഇന്ന് ഉച്ചക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലില്ലാതിരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് ഒന്ന് എന്താണെന്ന് നോക്കാം. നീ എന്നെ വെറുക്കരുത്, നിങ്ങളായിരുന്നു ശരിയെന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു, തേർഡ് പാർട്ടിയുടെ കള്ളങ്ങൾ പൊളിയുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ എനർജി ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ, അവരുടെ ആ ഒരു സത്യാവസ്ഥ എന്താണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, വെരി ബ്യൂട്ടിഫുൾ. ഫൈൻഡിങ് ലവ്, പ്രണയത്തെ തേടിയുള്ള യാത്രയാണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വ്യക്തി ചെന്നെത്തി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അതായത് സ്നേഹം കണ്ടെത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും തേർഡ് പാർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കൂടെയുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവരുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പ്രണയത്തെ തേടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രണയം അത് എപ്പോഴും അത് ഈ പറയുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, വൈഫ് ആകാം, അല്ലെങ്കിൽ ലവർ ആകാം. ഓക്കെ, ഏത് കണക്ഷൻ വേണമെങ്കിലും ആകാം. പക്ഷെ ആ ഒരു എനർജി അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലം ഈ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഈ വ്യക്തി ഓക്കെയാണ്, ഈ വ്യക്തി അത്യാവശ്യം ഓക്കെയാണ്, എല്ലാം തികഞ്ഞിരിക്കുകയാണ്, എല്ലാം സൂപ്പറാണ്, എനിക്കപ്പോൾ വേറെ ആരുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം എനിക്ക് മതി എന്നുള്ളൊരു ലെവലിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ടോട്ടലി പറയാനാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയുടെ ഹൃദയം തേടിക്കൊണ്ടിരിക്കുന്നത്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിനെയാണ്. കാരണം ഈ ഒരു എനർജി ഈ പേഴ്സന്റെ നിങ്ങളോടുള്ള കറന്റ് ഫീലിങ്സിൽ എടുത്തിരിക്കുന്ന കാർഡാണ്. അപ്പോൾ ഫൈൻഡിങ് ലവ് ആണ്, പ്രണയത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാമുകന്മാരാകാം, ഭാര്യയാകാം, ഭർത്താകാം, ഏത് കണക്ഷൻ വേണമെങ്കിലും ആകാം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഹിഡൻ നോളജ് ആണ് ആൻഡ് ഓൾസോ ദ സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നേരിൽ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളെ വളരെയധികം ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈ പേഴ്സൺ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതലും മറ്റുള്ളവരുടെ ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും മറ്റുള്ളവർക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ ഈ പേഴ്സൺ അത് വിചാരിച്ചിരുന്നത് അതിലൂടെ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ പേഴ്സന്റെ ആ ഒരു ചിന്തകളും പ്രതീക്ഷകളെല്ലാം അടപടലം തെറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ നേട്ടം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ
ഈ പേഴ്സൺ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ മാറ്റി നിർത്തുക, ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്താണെന്ന് നോക്കുക, ആ നിലനിൽപ്പ് അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പേഴ്സണെ കൂടെ കൂട്ടിയിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ചതിക്കുഴിയിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആക്കുക, നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഈ പേഴ്സൺ അത് വിശ്വസിച്ചിട്ടില്ലായിരിക്കാം. നേരിൽ കണ്ട്, അതായത് ഇപ്പോൾ നേരിൽ കാണുന്നത് മാത്രമേ ഈ പേഴ്സൺ വിശ്വസിക്കുള്ളൂ. അപ്പൊ നേരിൽ ഇവര് ചിലപ്പോൾ ഭയങ്കര സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും അലവൻസോ സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഈ പേഴ്സണ് ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം. എന്തുകൊണ്ടോ ഇപ്പൊ നേരിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യമാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ പുറകിലുള്ള ആ ഒരു കാപട്യ മുഖം ഇവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൈലന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ ഒരു സ്വഭാവം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സൻ്റേത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ബുദ്ധിപൂർവമായിട്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് എന്താന്ന് വെച്ചാല് മറഞ്ഞു നിന്ന്, അതായത് നിശബ്ദമായി നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ അത്ര മണ്ടനൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല, ഞാനെല്ലാം തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് നിശബ്ദമായി നിൽക്കുകയേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇവരെ കുറിച്ച് ഈ വ്യക്തി ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. യെസ്, ബിഹൈൻഡ് എ മാസ്ക്. അതെ, ഈ പേഴ്സൺ ഇപ്പോൾ ആ വ്യക്തിയെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു കാപട്യ മുഖം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി, അത് പ്യുവറായിട്ട് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ അതൊരു തേർഡ് പാർട്ടി തന്നെയാണ്. നിങ്ങളെയും ഈ പേഴ്സണെയും എത്രമാത്രം അകറ്റാൻ സാധിക്കുന്നുവോ അത്രയും അകറ്റി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ തേർഡ് പാർട്ടിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും അവിടെ മുഖം മൂടി അണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ചാണ് ഇപ്പോൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതും അവരെന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ഈ പേഴ്സൺ ഇപ്പോൾ ചൂഴ്ന്നെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സീക്രട്ട് ആക്ഷൻ ആണ്. ഇവിടെ ചില കാര്യങ്ങൾ വളരെ ദൈവികമായിട്ട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കാണണം എന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ നേരിട്ട് കാണണം, അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ കാണണം, സംസാരിക്കണം എന്ന് വിചാരിക്കുകയാണ്. അതൊരിക്കലും ഒരുപക്ഷെ നടക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും റിയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായിട്ടുണ്ടാകാം. അപ്പൊ ഇവിടെ ഡിവൈൻ പറയുന്നത് ഇവിടെ ദൈവികമായിട്ടുള്ള ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് എന്താ പറയാ തീരുമാനിച്ചു വെച്ചിട്ടുള്ള, യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട്, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ട് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കും അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. പക്ഷെ ആ തീരുമാനം എന്ന് പറയുന്നത് വളരെയധികം അനുകൂലമായിരിക്കും, നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതും അതൊരു അനുഗ്രഹീതമായിട്ടായിരിക്കും ആ ഒരു തീരുമാനം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എത്രത്തോളം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും റിയൂണിയൻ സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെതായിട്ട് ചിലപ്പോൾ ഇതിനോടകം പലവർക്കും റിയൂണിയൻ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ മറ്റു പലവർക്ക് അത് സംഭവിച്ചിട്ടില്ലായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും അതിനെ കുറിച്ചിട്ട് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് സംതിങ് ബിഗ് ഇസ് കമ്മിങ്. ഒരു ബിഗ് ആയിട്ടുള്ള വളരെ സന്തോഷപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അതിൽ ദൈവത്തിൻ്റെയും അതുപോലെ യൂണിവേഴ്സിൻ്റെയും വളരെയധികം ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നാണ് കാണിക്കുന്നത്. അത് കംപ്ലീറ്റ് ഒരു സീക്രട്ട് ആക്ഷൻ ആണ്, ദൈവികമായിട്ടുള്ള ഒരു തീരുമാനമാണ്, ദൈവികമായിട്ടുള്ള അത്ഭുതമാണ്.
ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് ഇവിടെ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് അനാവശ്യമായിട്ട് കരയാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സൺ. അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് പരിധി വിട്ട് ചിന്തിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ ഇന്ന് ഇത്രത്തോളം ഇമോഷണൽ പരമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അത്രമാത്രം കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രാധാന്യത്തിനെ മനസ്സിലാക്കുന്ന രീതിയിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ കണ്ണുകൾ ഒരു പക്ഷേ ഈ പേഴ്സന്റെ ഒരു പെർമിഷൻ പോലും ഇല്ലാതെ നിറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് അത്രയും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യത്തിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയാണ്, അത്രയും വിഷമിക്കുകയാണ്. കാരണം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളായിരിക്കാം. അത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ടാണ്. ഏസ് ഓഫ് കപ്സ് ആണ്, കപ്സിന്റെ എനർജിയാണ്. അതൊരു ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആ ഒരു സോഡിയക് സൈൻ ആണ്. അത് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ആ ഒരു സോഡിയക് സൈൻ ആയിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു സങ്കടം മനസ്സിന്. ഓക്കെ, ഭയങ്കര ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. യെസ്, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും ഇപ്പൊ നിങ്ങളാണ് വിശ്വസിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ആക്ച്വലി എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതായത് ആ ഒരു പറഞ്ഞിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതായത് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, ചിലപ്പോൾ അത് തുറന്നു പറയാൻ മടിയുള്ളത് കൊണ്ടായിരിക്കാം. തേർഡ് പാർട്ടിയെ കുറിച്ചും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ മടിയുള്ളത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണോ ഈ പേഴ്സൺ അതെല്ലാം മറച്ചു വെച്ചിരുന്നത്, നിങ്ങളുടെ കൺമുന്നിൽ നിന്നും മറച്ചു വെച്ചിരുന്നത്, അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നോ നീഡ് ടു ഫിയർ എന്നാണ്. റിമെമ്പർ ഹൗ പവർഫുൾ യു ആർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള അമിതമായിട്ടുള്ള കോൺഫിഡൻസ് ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. റിമെമ്പർ ഹൗ പവർഫുൾ യു ആർ. നിങ്ങൾ എത്രത്തോളം ശക്തരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഈ ഒരു കുട്ടിയെ കാണാൻ സാധിക്കും. ഒരുപാട് കഴിവുകളുള്ളൊരു കുട്ടിയാണ്. പക്ഷെ വളരെ വിഷമിച്ചാണ് ആള് നിൽക്കുന്നത്, വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൂഡ് ഔട്ട് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ പവർഫുൾ ആണെന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നും നിങ്ങൾ യൂണിവേഴ്സിന് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുമാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അവസാനത്തെ കാർഡ് അതാണ് കിട്ടിയിട്ടുള്ളത്. ഓവറോൾ എനർജി ഈ പേഴ്സന്റെ നോക്കാം. മാജിക്കൽ ഗേറ്റ് വേ ആണ്. അതായത് ഒരുപാട് ഡിവൈൻ എനർജി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അത് ഒന്നില്ലെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ചുവന്ന ചരട്, ഓക്കെ, ചുവന്ന ബാൻഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈകളിൽ കെട്ടാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഇടത്തെ കൈയിലോ അല്ലെങ്കിൽ വലത്തെ കൈയിലൊക്കെ കെട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കാലില് ജസ്റ്റ് ഒരു കറുത്ത ചരട്, ഒരു കാലിൽ മതി, വലത്തെ കാലിൽ മതി, ഒരു ജസ്റ്റ് ഒരു കറുത്ത ചരടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടി പ്രൊട്ടക്ഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ആ ഒരു പ്രൊഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ മാജിക്കൽ ഗേറ്റ് വേ ആണ്. അതായത് സ്പിരിച്വാലിറ്റിയിലേക്ക്
കാലെടുത്ത് വെക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ലേഡീനെ കാണാൻ പറ്റുന്നുണ്ട്. ആൾക്ക് ഒരു താക്കോൽ കൂട്ടം കിട്ടിയിട്ടുണ്ട്. അത് ഈ ഡോറിൽ തുറന്നിട്ടാണ്, താഴിട്ട് തുറന്നിട്ടാണ്, ആ ഡോറ് തുറന്നിട്ട് ആ ഒരു വിശാലമായിട്ടുള്ള ആ ഒരു സ്വർഗീയമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ചില ചട്ടക്കൂടുകളിലാണ്. അത് തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജി കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ നിങ്ങൾ എവിടേക്കോ ഒതുങ്ങി പോകുന്നുണ്ട്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എനർജി, കാലിൽ കറുത്ത ചരട് കെട്ടുകയോ അല്ലെങ്കിൽ എന്താ പറയാ, കയ്യിൽ എന്തെങ്കിലും ഒരു ചുവന്ന ചരട് കെട്ടുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ എനർജി കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാനത് പ്രൊഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം കേട്ടോ. പ്യോർ ഇന്റൻഷൻ ആണ്. കാരണം ഇവിടെ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെയധികം ശുദ്ധീകരിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം അതിനിടയിൽ ഒരുപാട് വിഷം തുപ്പുന്ന വ്യക്തികളിലേക്ക് ഈ പേഴ്സൺ പെട്ടുപോയി. അത് എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും അത്തരം സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ പെട്ടുപോയിട്ടുള്ള ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഈ വ്യക്തി അതെല്ലാം മാറ്റി ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് വളരെയധികം സത്യസന്ധമായിട്ടാണ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്യോർ ഇന്റൻഷൻ ആണ്. അതായത് മനസ്സിന് വളരെയധികം ആത്മാർത്ഥത ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിന് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യബോധം, വളരെ ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാക്കി എടുക്കുക. അതിൻ്റെ ഇടയിൽ ചില വിഷങ്ങൾ വന്നുപോയി, പോയിസൺ വന്നുപോയി. അതാണ് ഇവിടെ പ്രശ്നമായത്. ടെമ്പിൾ എനർജി, സൺഡേ 2002 കേമ 23-ാം തീയതി ജൂൺ, ട്രഡീഷണൽ ഫെസ്റ്റിവൽ 10 ഇയർ ഇമ്മച്ചുവർ. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.